ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. രാമപുരത്ത് നിന്നും ഞങ്ങൾ ഇടുക്കിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് വഴിയിലൂടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇടുക്കിയിലുള്ള അറക്കുളത്ത് എന്ന സ്ഥലത്തെത്തി. തൊടുപുഴ കഴിഞ്ഞ് മൂന്നാർ റൂട്ടിലാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീടാണ് ഇവിടെ. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇങ്ങോട്ടൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ അരുവിയുണ്ട്. അരുവി നമ്മുടെ ചേട്ടായിമാരൊക്കെ പറയുന്നത് അതൊരു ചെറിയ വെള്ളച്ചാട്ടം തന്നെയാണ്. മലമുകളിലൂടെ ഒഴുകി നല്ല പ്യുവറായിട്ടുള്ള വാട്ടറാണ് ഇതിൽ കൂടെ വരുന്നത്. ഒരു മാലിന്യവും ഇല്ലാത്ത അത്രയും ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ. ഭയങ്കര തണുപ്പാണ് ആ വാട്ടറിനുള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ആ വാട്ടറിലൊന്ന് നിൽക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനും അതിൽ കളിക്കാനും ഒക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ ആണെങ്കിൽ ഈ വെള്ളം എന്ന് പറഞ്ഞത് ആൾക്കാർ കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് അവർ അത് കളക്ട് ചെയ്യും. അപ്പം നമ്മൾ ഇക്കുവിനെ ഈ വെള്ളത്തിലൊന്ന് നിർത്താൻ പ്ലാൻ ചെയ്തു. കാരണം ഇക്കു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് തണുത്ത വെള്ളം. അപ്പോൾ കൊച്ചു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവന് ഭയങ്കര സന്തോഷമായി അവനെ തണുത്ത വെള്ളത്തിലൊന്ന് അപ്പോഴേക്കും ചേട്ടായിമാർ രണ്ടുപേരും എത്തി. അവരും അത് വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. പക്ഷെ അവർ തലയിലൊന്നും വെള്ളം എടുത്ത് ഒഴിക്കുന്നൊന്നുമില്ല. അവർ ഭയങ്കര ഡീസൻ്റായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പിയുടെ കൂടെ കളിക്കുകയാണ്. ചേട്ടായിമാർ ഇക്കുവിനെ വിളിക്കുന്നത് കുഞ്ഞാപ്പി എന്നാണ്. ഇപ്പം ദാണ്ടെ പൊന്നുചേട്ടനെടുത്ത് പൊക്കുന്ന സാധനം എന്തെന്ന് വെച്ചാൽ അതൊരു പാത്തിയാണ്. നിങ്ങളുടെ നാട്ടിൽ അതിനെ എന്ത് പേരാണ് പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഈ പാത്തി വഴി നമുക്ക് ഈ വെള്ളം കനത്തിൽ പാസ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സാധനത്തെയാണ് നമ്മൾ പാത്തി എന്ന് പറയുന്നത്. ഈ പാത്തിയുടെ ക്ലോസർ വ്യൂ നിങ്ങൾ കണ്ടു നോക്കാം. ഈ പാത്തി നമുക്ക് ഇവിടെ വെള്ളം ചാടുന്നിടത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ശക്തിയായിട്ട്, അതായത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചിതറി പോകുന്നത് തടയത് നമുക്ക് പെട്ടെന്നൊരു പാത്രത്തിലേക്കോ വല്ലതും പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്തി കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു. അതുപോലെ തന്നെ നല്ല ഫ്രഷും, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് കണ്ടപ്പോൾ കുളിക്കാനും കുടിക്കാനും ഒക്കെ തോന്നി. ഈ വെള്ളം വന്ന് വീഴുന്നത് ഈ ഒരു തടാകം അല്ലെങ്കിൽ ഒരു ആറെന്ന് പറയാം. ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഭയങ്കര പച്ചപ്പും. നമുക്ക് ഈ തടാകം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചാടാൻ തോന്നും. അത്രയും ഭയങ്കര ഫ്രഷ് എയറും ഭയങ്കര ഹാപ്പിനെസ്സും തോന്നും. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.